ഉയർപ്പ് രണ്ടാം വ്യാഴം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കാനാൻകാരിയുടെ വിശ്വാസം. യഹൂദരുമായി യാതൊരുവിധ സമ്പർക്കവുമില്ലാത്ത സമരിയക്കാരും കാനാൻകാരും യേശുവിൻ്റെ കണ്ണിൽ വിലമതിക്കപ്പെട്ടവരാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്നതാണ് പ്രധാനം. ജാതിയും മതവും വർഗവും നിറവും വിജാതീയൻ സ്വജാതീയൻ എന്നൊക്കെ നോക്കിയല്ല ദൈവം അനുഗ്രഹങ്ങൾ പൊഴിക്കുക. അവനിലുള്ള വിശ്വാസം എല്ലാവരെയും തുല്യരാക്കുന്നു. അവൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടപ്പോൾ പിശാചുകളുടെ തലവനെ കൊണ്ടാണ് അവൻ ഇത് ചെയ്യുന്നതെന്ന് ഫരിസേയർ പറയുമ്പോൾ കാനാൻകാരി പറയുന്നത്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്നാണ്. പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസം നാം ഇവിടെ കാണുന്നുണ്ട്. സ്വന്തം ആടുകളിൽപ്പെട്ടവളല്ല എന്നും അപ്പം നായ്ക്കൾക്ക് നൽകാറില്ല എന്നുമൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചതും അവഹേളിച്ചതും അവളെ തളർത്താനല്ല, വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കാനായിരുന്നു. മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട യേശുവിനെ പോലെ പരീക്ഷണങ്ങളെ അവൾ അതിധീരമായി അതിജീവിച്ചു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ് എന്ന് പറഞ്ഞ് അവളുടെ മക്കളെ പിശാചിന്റെ പിടിയിൽ നിന്ന് തൽക്ഷണം മോചിപ്പിക്കുകയും ചെയ്തു.